കൂട്ടുകാരെ, അപ്പോൾ ഇതൊരു കോവയ്ക്ക തോരനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിൽ, അതായത് ശീമക്കൊന്നയിൽ നിറയെ വളച്ചടി പത്തില്ലേ, അതിനകത്ത് നിറയെ കോവൽ പിടിച്ചെടുപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതിന് കുറച്ച് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് 2 ചെറിയ സവോള കൂടി കൊത്തി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചപ്പോൾ ചൂടായിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞ് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുകിനൊപ്പം കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്ത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഗോവയ്ക്കയും സവോളയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് പൊടിയുപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ചേർത്ത്, അധികം വെള്ളം ചേർക്കുന്നില്ല. പൊടിയുപ്പ് ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് കൈവെള്ളം മാത്രമാണ് തളിച്ചേക്കുന്നത്. കാര്യം നമ്മൾ മൺചട്ടിയിലാകുമ്പോഴത്തേന് അധികം വെള്ളം വെക്കേണ്ട, കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചാൽ മതി. പെട്ടെന്ന് വാടിക്കിട്ടിക്കോളും. ഗോവയ്ക്കൊക്കെ ഒന്നും അധികം വേവില്ലാത്തല്ലേ. അപ്പോൾ കുറച്ച് നേരം അത് വേവാനായിട്ട് മൂടി വെക്കുക. ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ചായച്ചെടുക്കാനായിട്ട് തേങ്ങ, കൊച്ചുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾ പൊടി, നല്ല ഇറങ്ങി. അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ചായച്ചെടുത്തോളും. അപ്പോൾ വെന്ത് നമ്മുടെ ഗോവയ്ക്കയിലേക്ക് ഈ അരപ്പം കൊണ്ട് ചേർത്തോട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ലോണം ഇളക്കിയെടുത്തിട്ട് നമ്മൾ നേരത്തെ എണ്ണ ഒഴിച്ചല്ല ഇത് ശരിയാക്കിയത്. അപ്പോഴത്തേന് ഇനി എണ്ണ പച്ചവെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് എന്താ പറയുക, നമ്മുടെ അരപ്പിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേനും സംഭവം ഓക്കെയാണ്. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്ന